ആലുവയിൽ നിന്ന് ഒരു ആത്മഹത്യാ ഭീഷണിയുടെ വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാവ് പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയിൽ കയറിയാണ് ഇതര സംസ്ഥാനക്കാരനായ യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഈ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയിൽ കയറുക എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ലൈനൊക്കെ തൊട്ടരികിലൂടെ കടന്നു പോകുന്നതാണ്. വലിയ അപകടകരമായ സാഹചര്യമാണ്. ഇയാളെ താഴെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മനു, ഇയാളെ ഇപ്പോൾ താഴെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ പോലീസിനെയും RPF-നെയൊക്കെ വട്ടം കറക്കിയ ഒരു സംഭവം ഉണ്ടായത്. അവർക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ സംഭവമാണ്. 6 മണിയോടെ ഒരു ഇതര സംസ്ഥാനക്കാരനായ യുവാവ് ആലുവ റെയിൽവേ സ്റ്റേഷന് മുകളിലുള്ള 3-ാം പ്ലാറ്റ്ഫോമിന് മുകളിലായി മേൽക്കൂരയിൽ കയറുകയായിരുന്നു. തുടർന്ന് ഇയാൾ അവിടെ ഈ ഹൈ ടെൻഷൻ ലൈനുണ്ട്, ഈ ഇലക്ട്രിക് ലൈനിലേക്ക് ചാടും എന്ന് പറഞ്ഞായിരുന്നു ഇയാൾ ഭീഷണി മുഴക്കിയത്. തുടർന്ന് ഇയാൾക്ക് അടുത്തേക്ക് എത്താൻ ആർക്കും ആ ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. കാരണം വലിയ വൈദ്യുത പ്രവാഹമുള്ള ഒരു സ്ഥലമാണ്. ഉടൻ തന്നെ വൈദ്യുത ലൈൻ ഓഫ് ചെയ്തു. അതിനുശേഷം ഇയാളെ പലതലത്തിൽ അന്വയിപ്പിക്കാൻ നോക്കിയെങ്കിലും ഇയാൾ അടുത്തേക്ക് വരാൻ തയ്യാറല്ല. ഒടുവിൽ വളരെ ശ്രമകരമായി ഏറെ പണിപ്പെട്ട് ഈ RPF തന്നെ ഈ മേൽക്കൂരയിലേക്ക് ഇറങ്ങി ഇയാളെ കൈയോടെ പിടികൂടി മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരികയായിരുന്നു. ഇയാൾ ഇതര സംസ്ഥാനക്കാരനാണ്, മാനസിക പ്രശ്നമുള്ളതായിട്ട് പറയുന്നു. എന്താണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നൊന്നും എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ബീഹാറിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പോയതാണ് ഇയാൾ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ അതിനുശേഷം പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ പോയി കയറിയോ? ബീഹാറിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടിയാണ് പോയിരുന്നത്. പക്ഷേ അതിനിടെ ഈ RPF, അതെ, അതാണ് അപ്രതീക്ഷിതമായി ഉണ്ടായൊരു സംഭവമാണ്. ഉടൻ തന്നെ RPF എത്തി. ഏറെ പണിപ്പെട്ടാണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇയാളെ താഴേക്ക് ഇറക്കാൻ കഴിഞ്ഞു. ഈ സമയം ഉണ്ടായൊരു പ്രശ്നം ട്രെയിൻ ഗതാഗതം ഉൾപ്പെടെ താറുമാറായി എന്നുള്ളതാണ്. കാരണം ഇലക്ട്രിക് ലൈൻ അടക്കം ഓഫ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ആ സമയത്ത് ഇരു ദിശകളിലേക്കുമുള്ള ട്രെയിൻ ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷേ പിന്നീട് എന്തായാലും ഇയാളെ അനുനയിപ്പിച്ച് കൊണ്ടുപോയി വീണ്ടും വൈദ്യുതി വീണ്ടും ഓൺ ചെയ്തു. അതിനുശേഷം ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാവുകയും ചെയ്തു. മനു, ശരി, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മനു, ഇയാൾക്കും കാര്യമായ പരിക്കൊന്നുമില്ല. ഇയാളെ RPF അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതവും സാധാരണ നിലയിലായിട്ടുണ്ട്.